പുരാണങ്ങളിൽ ഒരു പക്ഷിയുടെ കഥ പറയുന്നുണ്ട്. ഉയരം കൂടുന്തോറും കാഴ്ചയേറി വരുന്ന കൃഷ്ണപ്പരുന്തിന്റെ കഥ. ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ സമാനമായ രീതിയിൽ മറ്റൊരു പക്ഷിയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബെന്നു എന്നാണ് പേര്. ഈ ബെന്നു പക്ഷിക്കും കൃഷ്ണപ്പരുന്തിനും പ്രചോദനമായത് ഗ്രീക്ക് മിത്തോളജിയിലെ അതിപ്രശസ്തമായ മറ്റൊരു പക്ഷി തന്നെ. സ്വന്തം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്ക് പറക്കുന്ന ഫിനിക്സ് പക്ഷി 1000 വർഷത്തിലൊരിക്കൽ സ്വന്തം ചിറകിനാൽ ഉണ്ടാക്കുന്ന തീയിൽ വെന്തുമരിക്കുകയും ആ ചാരത്തിൽ നിന്നും തന്നെ പുനർജനിക്കുകയും ചെയ്യുന്ന ഫിനിക്സ് പക്ഷി അമർത്യതയുടെ പ്രതീകമാണ്. ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ സൂര്യനും ചൈനീസ് പുരാണങ്ങളിൽ ചക്രവർത്തിയുമാണ് ഫിനിക്സ്. SPL ചരിത്രത്തിൽ അതിശയിപ്പിക്കുന്ന സ്വയം പുനർജനിയുടെ നൈതികതയ്ക്ക് കൂടൊരുക്കി കാത്തിരിക്കുന്ന ഒരു ടീമുണ്ട്, ഫിനിക്സ് വാരാമ്പറ്റ. ആദ്യ സീസണിൽ സെമി ഫൈനൽ പോരിൽ ചിറക് തളർന്നു വീണതാണ്. 3ാം സീസണിൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിന്റെ ലാഞ്ചനയാൽ ഒരു സെമി ഫൈനൽ പോരിനു കൂടെ അവരെ നാം കണ്ടു. പോയ 4 വർഷങ്ങളിലെ മികച്ച പ്രകടനമായി ഈ 2 നോക്കൌട്ട് സ്റ്റേജുകളെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനുണ്ടാവുക. പക്ഷേ ഓരോ സീസണിലും മികവുറ്റ താരങ്ങളും കിടയറ്റ പരിശ്രമങ്ങളും ആത്മാർപ്പിത തയ്യാറെടുപ്പുകളും എന്തിനു പോരുന്ന ടീം വിജയത്തിന് ഏതറ്റം വരെയും കൂടെ നിൽക്കുന്ന ഒരു അനുഗ്രഹീത മാനേജ്മെന്റും ഒത്തുചേരുന്ന സന്നാഹമാണ് ഫിനിക്സ് വാരാമ്പറ്റ. പോയ വർഷങ്ങളിൽ എവിടെയോ ബാണാസുര മലകൾക്കപ്പുറം പോയൊളിച്ച കിരീട സ്വപ്നങ്ങളെ വീണ്ടും സജീവമാക്കി നിർത്തിക്കൊണ്ട് പടിഞ്ഞാറത്തറയുടെ രാജവീതിയിലേക്ക് അവരുടെ രംഗപ്രവേശനമാണിനി. അവകാശപ്പെടാൻ വലിയ വിജയഗാഥകൾ ഒന്നുമില്ലെങ്കിൽ തങ്ങളുടെ തലമുറയിലെ വാഴ്ത്തുപാട്ടുകാർ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ചില ഇതിഹാസങ്ങൾ ഉണ്ടാകും. ഈ കായിക മാമാങ്കത്തിന്റെ ഐതിഹാസിക താരങ്ങളുടെ പട്ടികയിൽ നിർബന്ധിത സാഹചര്യങ്ങളിൽ നാം എഴുതിവെച്ച പേരാണ് സൂരജ്. തന്റെ ചിരി കൊണ്ട് എതിരാളികളെ നേരിടുന്ന വളരെ കർശനമായ അച്ചടക്കത്തോടെ തന്റെ ടീമിന്റെ വിജയത്തിനായി തേര് തെളിയിക്കുന്ന ഒരു മനുഷ്യൻ. അർപ്പുതமான അരുമയാണ് സൂരജ്. ഏത് തലക്കെട്ടുകളിൽ വന്നില്ല എങ്കിലും ഫിനിക്സ് വാരാമ്പറ്റ ആ പ്രതിഭയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് കനമുണ്ട്. തുടർച്ചയായി തങ്ങളുടെ ഐക്കണായി ഏറെ ആലോചനകൾ ഒന്നുമില്ലാതെയാണ് അവർ വീണ്ടും സൂരജിൽ ചെന്നെത്തുന്നത്. ആദ്യ സീസണിൽ പേരാലിനു വേണ്ടി ഒഴുക്കോടെ കളിച്ച സൂരജിനെ ഓർക്കുന്നില്ലേ? എത്ര മനോഹരമായാണ് അയാൾ ഒരു ഇടയൻ ആടിനെ എന്ന പോലെ പന്തുകളെ തന്റെ കാലിൽ അടുപ്പിക്കുന്നത്. വിട്ടുപോകാൻ മടി തോന്നുന്ന വിധത്തിൽ പന്ത് എത്രമാത്രം അരുമയാർന്ന തരത്തിലാണ് അയാളിലേക്ക് നിരന്തരം തിരിച്ചെത്തുന്നത്. പന്തിനോടുള്ള പ്രണയവും വേഗതയാർന്ന ഓട്ടവുമായി അയാൾ കളിക്കളത്തിൽ പടർന്നു പിടിച്ച കാലം ഓർമ്മയില്ലേ? യു ക്യാൻ റൺ ബട്ട് യുവർ ലെഗ്സ് വോണ്ട് സേവ് യു. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തങ്ങളുടെ ജൂത ഇരകളെ ഓടിച്ചിട്ട് കൊല്ലുന്ന നാസി പട്ടാളക്കാരുടെ നിലക്കാത്ത അലർച്ചയാണ് ആ വരി. പന്ത് കാലിൽ നിന്ന് വിടുമ്പോഴെല്ലാം എതിരാളിയോട് സൂരജ് മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചിരിക്കണം. പൊടുന്നനെ ഏത് വേഗപ്പൂട്ടും ഭേദിച്ച് അയാൾ ആ പന്ത് തിരിച്ചു പിടിക്കും. ഈ ശൈലിയാൽ സമകാലിക ഫുട്ബോളിൽ അന്തോണിയോ ഗ്രീസ്മാനോട് ഉപമിക്കാം സൂരജിനെ. സ്ട്രൈക്കർ പൊസിഷനിൽ ഒരു അഴിഞ്ഞാട്ടക്കാരനായി ഈ വർഷവും ഫിനിക്സ് ജേഴ്സിയിൽ സൂരജിനെ കാണാം. ഷംനാദിനെ അവർ പിറകെ കൂടി വിളിച്ചെടുത്തതാണ്. മധ്യനിരയിൽ കളിമനഞ്ഞു കൊണ്ട് 40 മിനിറ്റുകളിലെ സമഗ്രാധിപത്യം ഫിനിക്സിന്റെ കൊക്കുകൾക്കിടയിൽ ഒതുക്കാൻ ഷംനാദ് ധാരാളമെത്രേ. പ്രതിരോധ നിരയുടെ അമരം പിടിക്കാൻ മിഥിലാജ് ഉണ്ടാവും. അവന്റെ കളിയഴകിൽ കണ്ണുവച്ചവർക്ക് ആ കളിയാട്ടം ഫിനിക്സിൽ വീണ്ടും കാണാം. മിഥിലാജിന് കൂട്ടായി ഫായിസും അഭിനവും സിനാനും അനന്തിക്കും പ്രതിരോധത്തിലൂന്നി കളി കയ്യിലാക്കുന്ന മേരുപർവ്വതം തന്നെ. ഈ പർവ്വതം കടന്നാൽ ഗോൾ ബാറിന് കീഴിൽ സാജിദോ അൻഷിദോ കാണും. വിങ്ങുകളിൽ റിഷാദും റാസിനും. ആച്ചിയുടെ മനസ്സിലെ ഏഴേതെന്നറിയാൻ 7 ദിവസത്തെ കാത്തിരിപ്പ് മാത്രം ബാക്കി. ഏഴറിയുന്ന 7ാം നാളിനപ്പുറം 7ാം നാളിൽ ആനന്ദനൃത്തം ചവിട്ടുന്ന ഫിനിക്സിനെ കാണാൻ ഒക്കണം. പ്രതിസന്ധികൾ സാധാരണമാണ്. ഏത് കഠിന പ്രതിസന്ധിയും തരണം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്നവരാണല്ലോ നാം ഫിനിക്സ് എന്ന സംജ്ഞയാൽ വിളിക്കുന്നത്.